മിന്നൽ മുരളി എന്ന സിനിമയിൽ ടോവിനോ പറയുന്ന പോലെ അമേരിക്കയിലേക്ക് പോന്നു കഴിഞ്ഞാൽ അവിടെ തയ്യൽക്കാർക്ക് നല്ല ഡിമാൻഡാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് നേരത്തെ മുൻകൂട്ടി കണ്ട് ഇവിടെ കാനഡയിൽ വന്നെത്തിയ ഒരു കുട്ടിയുണ്ട്. അപ്പം ലെറ്റ്സ് ടോക്ക് അബൌട്ട് കാനഡയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആൻ. വെൽക്കം ടു ദ വ്ളോഗ്. അപ്പം എനിക്ക് ആനെ പേഴ്സണലി അറിയാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിമിൽ ഈ പറയുന്ന പോലെ അതിൽ ഞാനാണ് അഭിനയിച്ചത്. അപ്പം അതിൽ ഈ പറയുന്ന പോലെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു അതിനു വേണ്ടി ചട്ടയും മുണ്ടും കൊടുത്തിട്ട്, അപ്പം ആ ചട്ടയും മുണ്ടും ആക്ച്വലി ആ സമയത്ത് കിട്ടാനൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പം അതിനകത്ത് ഡയറക്ടറായിട്ടുള്ള ജെർമി പറഞ്ഞു ഒരു കുട്ടിയുണ്ട്, കുട്ടി തയ്ക്കുന്നതാണ്, കുട്ടിയോടെന്ന് പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചട്ടയും മുണ്ടൊക്കെ തയ്ക്കുമോ, അപ്പം കൊണ്ട് തുണി കൊണ്ട് തന്നു, നല്ല അടിപൊളിയായിട്ട് തയ്ച്ചു തന്നു. അങ്ങനെയാണ് എനിക്ക് ആനിനെ പരിചയം. അപ്പം എനിക്ക് അന്ന് കേട്ട കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് +2 കഴിഞ്ഞിട്ട് വന്നതാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു +2 ജീവിതം കഴിഞ്ഞ് നേരെ കാനഡയ്ക്ക് വന്നിട്ട്? +2 കഴിഞ്ഞ് എനിക്ക് ചേച്ചി ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ എളുപ്പമായി, കാരണം എല്ലാം പറഞ്ഞു തരാനും ഒക്കെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി തന്നെയാണ് എന്നെ തയ്യൽ പഠിക്കാൻ വിട്ടത്. കാരണം ചേച്ചിയാ പറഞ്ഞ ഇവിടെ വരുമ്പോൾ നല്ലതാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാലും എനിക്ക് അഡ്മിഷൻ കിട്ടാൻ ഇച്ചിരി ഗ്യാപ്പ് വന്നായിരുന്നു ഇവിടെ. അപ്പൊ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ പോയി പഠിച്ചത്. അപ്പം ചേച്ചിയാണ് ഇതിന്റെ മാസ്റ്റർ മൈൻഡ് അല്ലേ? മറ്റേ ടോവിനോ പറയുന്നത് അവിടെ ഡിമാൻഡ് ഉണ്ടെന്ന് ചേച്ചി നേരത്തെ മുൻകൂട്ടി കണ്ടു. ഓക്കെ, അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആക്ച്വലി വന്ന സമയത്തൊക്കെ? ആളുകളോട് പറയുമായിരുന്നു ഇങ്ങനെ തയ്ക്കുമെന്ന്, അതോ എങ്ങനെയാണ്? അതെന്താന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ നടത്തുന്ന മലയാളികളുള്ള ഒരു വീട്ടിലായിരുന്നു. അപ്പം അവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു ഞാൻ തയ്ക്കുന്നു, പക്ഷെ മെഷീനൊന്നും അപ്പം ഇല്ലായിരുന്നു. അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് അവർക്ക് മെഷീൻ ഗിഫ്റ്റ് ചെയ്തു. അപ്പം പിന്നെ കൊറോണ ഒക്കെ വന്നപ്പോൾ അന്ന് മാസ്ക് തയ്ച്ചു തുടങ്ങാന്ന് പറഞ്ഞ് അങ്ങനെ മാസ്കാണ് തയ്ച്ചു തുടങ്ങി, എന്നാ പേജ് ഇടാന്ന് പറഞ്ഞത്. അപ്പം കൊറോണ ഒരു ഉപയോഗം പെട്ടു അല്ലേ? അപ്പം പിന്നെ അതുപോലെ തന്നെ കാനഡയിൽ വരുന്ന സമയത്ത് ഈ തയ്യൽ പഠിക്കാൻ ഓൾറെഡി ഇൻട്രസ്റ്റഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം കാനഡയിൽ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചേച്ചി പറഞ്ഞത്, ഇപ്പം ചേച്ചീനെ പറഞ്ഞു മോളെ നീ തയ്യലൊക്കെ പഠിച്ചിട്ട് വാ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് നല്ല ഡിമാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചീനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചായിരുന്നോ? അല്ല, എനിക്ക് തയ്യൽ നേരത്തെ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ 3 പിള്ളേരാണ്, അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ പിന്നെ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഏതായാലും എനിക്ക് പോകാൻ താല്പര്യമായിരുന്നു. ആണ്. അപ്പം ഒഫീഷ്യലി തയ്ച്ചു തുടങ്ങിയത് ഇവിടെ വന്നിട്ടാണോ? അല്ല, നാട്ടില് ഞാൻ പഠിച്ചു കഴിഞ്ഞ ഉടനെ പിന്നെ ടൈം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ തയ്ച്ചോണ്ട് വീട്ടിലെല്ലാവർക്കും ഞാൻ തയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു. ആണ്. അപ്പം +2 കഴിഞ്ഞപ്പോൾ തൊട്ട് +2 മുമ്പ് തൊട്ട് തയ്ക്കുമായിരുന്നു അതോ? ഇല്ല, +2 മുമ്പ് സ്കൂളിൽ വെച്ച് ഞാൻ എംബ്രോയിഡറി ഒക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഇങ്ങനെ തയ്ക്കാൻ ശരിക്കും തുടങ്ങിയത് പഠിച്ചു കഴിഞ്ഞിട്ടാ. +2 കഴിഞ്ഞ് കുറച്ചുകൂടെ നല്ല ക്ഷമയുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്ക്കണമെങ്കിൽ ക്ഷമ വേണമല്ലോ. കാരണം ഈ പറയുന്നത് മറ്റേ സൂചിയിൽ നൂല് കയറ്റിയിടുന്നതിന് തന്നെ നല്ലൊരു ക്ഷമ വേണം. ക്ഷമയുള്ള ആളാണോ? അത്യാവശ്യം. ചേച്ചിയോ? ചേച്ചി എനിക്ക് ഞങ്ങൾ 3 പേരിലുള്ള ക്ഷമയുള്ള എനിക്കത്. ആണല്ലേ? നന്നായിട്ട് തയ്ക്കുന്നതും ആനാന്ന് തോന്നുന്നില്ലേ? അവർക്കറിയില്ല. അപ്പം വീട്ടിലെല്ലാവരും സപ്പോർട്ടാണോ? അപ്പം ഇങ്ങനെ ഇവിടെ വന്ന് ടൈനി ത്രെഡ്സ് എന്ന ഒരു പേരിലേക്ക്